പ്രോപ്പറായിട്ട് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടും ചില കേസുകളിൽ പ്രഗ്നൻസി ആയിട്ട് വരാറുണ്ടല്ലോ. നമ്മൾ ഗർഭനിരോധന മാർഗ്ഗങ്ങളെ എല്ലാം തന്നെ 100% സേഫ് അല്ല. അത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കോപ്പർട്ടി ഫെയിലിയർ വരേണ്ട, കോപ്പർട്ടി ഇട്ട പേഷ്യൻസ് ചിലപ്പോൾ കൺസീവ് ചെയ്ത് വരേണ്ട, ചിലപ്പോൾ കോണ്ടം ഉപയോഗിച്ചതിന് ശേഷം ചിലപ്പോൾ റപ്ചറായിട്ട് പ്രഗ്നൻസി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എപ്പോൾ പേഷ്യൻറ്റ് പ്രഗ്നൻസി ആയിട്ട് വന്നാൽ ആദ്യം നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ നോക്കണം പ്രഗ്നൻസി യൂട്രസിനകത്ത് തന്നെയാണോ എന്നുള്ളത് നോക്കണം. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ഫെയിലിയർ ആയിട്ടാണ് വരുന്നതെങ്കിലും നമ്മളൊന്ന് കൗൺസിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ചില പേഷ്യൻസ് കണ്ടിന്യൂ ചെയ്യുക, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ചില കേസുകളിൽ അവർക്കതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്ന് തോന്നിയിട്ട് അബോർഷനെ കുറിച്ച്, അത് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ MDP ആക്ട് പ്രകാരം 24 ആഴ്ച വരെയുള്ള പ്രഗ്നൻസി മാത്രമേ നമുക്ക് നിയമപരമായി ഒഴിവാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതിൽ 7 ആഴ്ചയ്ക്കുള്ളിലുള്ള പ്രഗ്നൻസി മാത്രമേ മെഡിക്കൽ അബോർഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ. ഈ മെഡിക്കൽ അബോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 തരത്തിലുള്ള മെഡിസിൻ കൊടുത്താണ് ഇത് ഒഴിവാക്കുന്നത്. പക്ഷേ ഇത് ഒഴിവാക്കി കഴിഞ്ഞാലും നമ്മൾ സ്കാൻ ചെയ്ത് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ക്ലോട്ട് പാസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതായത് ഫോളോ അപ്പ് ഭയങ്കര നിർബന്ധമാണ്. ചില പേഷ്യൻസ് ഇത് മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ സ്കാൻ ചെയ്യാതെ വീട്ടിൽ പോവുകയും അതിനുശേഷം ഇൻഫെക്ഷൻ ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പേഷ്യൻ്റ് ഏതെങ്കിലും സന്ദർഭത്തിൽ തലകറക്കമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വന്ന ക്ഷീണമോ അല്ലെങ്കിൽ വയറുവേദന, പനി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ വരാറില്ല. ഇത് 10 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു സേഫ് ആയിട്ടുള്ള രീതിയിൽ അബോർട്ട് ചെയ്തെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും.